ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക പരമ്പര കേട്ട മലയാളികൾ ഞെട്ടിയെങ്കിലും അങ്ങ് കർണാടകയിൽ എവിടെയോ നടന്ന കൊലപാതകമല്ലേ എന്ന് നെടുവീർപ്പിട്ടു. എന്നാൽ ശരിക്കും ഞെട്ടിയത് നമ്മുടെ കൊച്ചു കേരളത്തിലെ ചേർത്തലയിലെ 4 സ്ത്രീകളുടെ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട പുതിയ തെളിവുകൾ പുറത്തു വന്നപ്പോഴാണ്. കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യനെ ആലപ്പുഴ ചേർത്തലയിലുള്ള വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. പരിശോധനയിൽ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നും വീണ്ടും അസ്ഥികളും ശുചിമുറിയിൽ രക്തക്കറയും കണ്ടെത്തിയിട്ടുണ്ട്. വീടിന്റെ പരിസരത്ത് പോലീസ് നടത്തിയ പരിശോധനയിലാണ് അസ്ഥികൾ കണ്ടെടുത്തത്. അസ്ഥികൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് സെബാസ്റ്റ്യന് കൂടുതൽ കുരുക്കായി രക്തക്കറയുടെ സാമ്പിൾ കൂടി ലഭിക്കുന്നത്. 60-ലേറെ അസ്ഥികൾ കണ്ടെടുത്തതായിട്ടാണ് വിവരം. അസ്ഥികൾക്ക് 6 വർഷത്തെയെങ്കിലും പഴക്കമുണ്ടാകാമെന്നാണ് പ്രാഥമിക നിഗമനം. വീട്ടുവളപ്പിലെ കുളം വറ്റിച്ച് നടത്തിയ പരിശോധനയിൽ 2 വസ്ത്രങ്ങളും ബാഗും ഒരു കൊന്തയും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അസ്ഥിഭാഗങ്ങൾ കിട്ടിയ സ്ഥലത്തു നിന്ന് 50ഓളം മീറ്റർ മാറിയാണ് ഇന്നലെയും അസ്ഥികൾ ലഭിച്ചത്. ഇവ രണ്ടും ഒരാളുടേത് തന്നെയാണോ എന്നത് DNA പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാകൂ. കഴിഞ്ഞ വർഷം കാണാതായ ജൈനുമിയുടെ അസ്ഥികളാകാം കണ്ടെത്തിയത് എന്ന് ക്രൈംബ്രാഞ്ച് ആദ്യഘട്ടത്തിൽ സംശയിച്ചിരുന്നുവെങ്കിലും അസ്ഥികളുടെ കാലപ്പഴക്കം സംബന്ധിച്ച പ്രാഥമിക നിഗമനം അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നുണ്ട്. അന്വേഷണ സംഘത്തോട് സെബാസ്റ്റ്യൻ സഹകരിക്കുന്നില്ല എന്നാണ് വിവരം. സെബാസ്റ്റ്യന് ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന 4 തിരോധാന കേസുകൾക്ക് പുറമെ കൂടുതൽ തിരോധാനങ്ങളുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന് ക്രൈംബ്രാഞ്ചിന് മുന്നേ തന്നെ സംശയമുണ്ടായിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന തെളിവെടുപ്പിനിടെയെല്ലാം ഒരു കൂസലുമില്ലാതെ നിൽക്കുകയായിരുന്നു സെബാസ്റ്റ്യൻ. പോലീസിന്റെ സഹായത്തിനായി വീട്ടിലേക്കെത്തിയ ജനപ്രതിനിധികളോടടക്കം കുശലം പറഞ്ഞ് കൂളായാണ് സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തോടൊപ്പം നിന്നത്. ആളും ബഹളത്തിനിടയിലും വീടരിച്ചുപെറുക്കിയുള്ള തിരച്ചിലുകൾക്കിടയിലും ഇയാൾ ഒന്നും പ്രതികരിച്ചില്ല. മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെയാണ് സെബാസ്റ്റ്യനെ വീട്ടിലേക്ക് എത്തിച്ചത്. ചോദ്യങ്ങൾക്ക് മുന്നിൽ സഹകരിക്കാതെയാണ് ഇയാൾ പെരുമാറുന്നത്. 3 സ്ത്രീകളുമായി സാമ്പത്തിക ഇടപാടുകൾ സമ്മതിക്കുന്നുണ്ട് എങ്കിലും ഇവരുടെ തിരോധാനത്തിൽ സെബാസ്റ്റ്യൻ മൗനം തുടരുന്നതാണ് പോലീസിനെ പ്രതിസന്ധിയിലാക്കുന്നത്. കടാവർ നായകളെ എത്തിച്ചാണ് സെബാസ്റ്റ്യന്റെ വീട്ടിൽ പരിശോധന നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ വീടിന്റെ പിറകിലുള്ള ശൗചാലയത്തിലേക്ക് കടാവർ നായ ഓടിയെത്തി. തുടർന്ന് നടന്ന വിശദമായ പരിശോധനയിൽ ശുചിമുറിയിൽ രക്തക്കറ കണ്ടെത്തുന്നു. ടൈലുകൾക്കിടയിൽ രക്തക്കറ ഉണ്ടായിരുന്നു. രക്തസാമ്പിളുകൾ ഫോറൻസിക് സംഘം വിശദമായി പരിശോധിക്കുകയാണ്. പറമ്പിലുള്ള കുളത്തിനരികിലേക്കാണ് ശുചിമുറിയിൽ നിന്നും നായ പിന്നെ ഓടിയത്. ഇതോടെ കുളത്തിൽ മൃതദേഹം തള്ളിയെന്ന സംശയത്തിലാണ് കുളം വറ്റിച്ചുള്ള പരിശോധന നടത്തിയത്. വെള്ളം പൂർണ്ണമായും വറ്റിച്ച് ചെളി JCB ഉപയോഗിച്ച് മാറ്റിയുള്ള പരിശോധനയിലാണ് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ബാഗും കൊന്തയും വസ്ത്രഭാഗങ്ങളും കണ്ടെത്തുന്നത്. 2.5 ഏക്കർ വരുന്ന പറമ്പ് കാട് മൂടിക്കിടക്കുന്ന നിലയിലാണ്. ഇതിൽ ഒന്നിലധികം കുളങ്ങളുമുണ്ട്. ആഫ്രിക്കൻ മുഷിയടക്കമുള്ള മത്സ്യങ്ങളും കുളത്തിലുണ്ട്. മൃതദേഹങ്ങൾ കുളത്തിൽ തള്ളിയിട്ടുണ്ടോ എന്ന സംശയം ബലപ്പെടാൻ ഇതും കാരണമാണ്. കെടാവർ നായ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ JCB ഉപയോഗിച്ച് പരിശോധന നടത്തുകയാണ്. കെടാവർ നായകളെ ഉപയോഗിച്ച് മണ്ണിൽ മനുഷ്യ ശരീരഭാഗങ്ങളുണ്ടോ എന്നും പരിശോധിക്കുന്നു. 2.5 ഏക്കറോളം വരുന്ന പറമ്പിൽ വിശദമായ പരിശോധനകൾ നടത്താനാണ് പോലീസ് നീക്കം നടത്തുന്നത്. പുതിയതായി ഗ്രാനൈറ്റ് പാകിയ മുറിയുടെ തറയും തുറന്ന് പരിശോധിക്കും. ഇതിനായി ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ഭൂമിക്കടിയിലെ തെളിവുകൾ യന്ത്രസഹായത്തോടെ കണ്ടെത്താനാണ് നീക്കം. നിലവിൽ ചേർത്തലയിൽ നിന്ന് കാണാതായ ബിന്ദു പത്മനാഭൻ, ഐഷ, ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ, വള്ളാക്കുന്നത്ത് സിന്ധു ഇങ്ങനെ 4 സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണ് സെബാസ്റ്റ്യനെ സംശയിക്കുന്നത്. കൂടുതൽ കേസുകൾ തള്ളിക്കളയാനാവില്ല എന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന സൂചന. സെബാസ്റ്റ്യൻ സീരിയൽ കില്ലറാണ് എന്ന സംശയം പോലീസിന് ശക്തമാണ്. കാണാതായ 4 സ്ത്രീകളുടെയും തിരോധാനത്തിൽ സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ബിന്ദു പത്മനാഭൻ, ഐഷ എന്നിവരുടെ തിരോധാനത്തിൽ സെബാസ്റ്റ്യനെ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ജൈനമ്മയുടെ തിരോധാന കേസിന്റെ അന്വേഷണത്തിനൊപ്പം മറ്റ് 2 കേസുകളിലെയും സെബാസ്റ്റ്യന്റെ പങ്ക് തെളിയിക്കാനാണ് ക്രൈംബ്രാഞ്ച് ശ്രമം നടത്തുന്നത്. ഇതിനിടെ ഐഷ തിരോധാന കേസിൽ സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന അയൽവാസി റോസമ്മയെ ചോദ്യം ചെയ്യണമെന്ന് ഐഷയുടെ കുടുംബം ആവശ്യപ്പെട്ടു. റോസമ്മ വഴിയാണ് സെബാസ്റ്റ്യനെ ഐഷ പരിചയപ്പെട്ടത് എന്നും ഐഷയെ കാണാതായത് ആദ്യം കുടുംബത്തെ അറിയിക്കുന്നതും റോസമ്മയാണ്. ഐഷ വാങ്ങിയ 3 സെന്റിന്റെ രജിസ്ട്രേഷന് 3 ദിവസം മുൻപായിരുന്നു തിരോധാനം. ഇതിനുശേഷം റോസമ്മയും സെബാസ്റ്റ്യനും ചേർന്ന് വീടിനു സമീപത്തെ ഭൂമി വൃത്തിയാക്കിയതും സംശയം ബലപ്പെടുത്തുന്നു. പണമൊഴുക്കി സെബാസ്റ്റ്യൻ ആദ്യഘട്ടത്തിൽ അന്വേഷണം അട്ടിമറിച്ചതായും ആരോപണമുണ്ട്. 2012 മെയ് 13-ന് ബാങ്കിലേക്ക് പോയ ഐഷ പിന്നെ മടങ്ങിയെത്തിയിട്ടില്ല. മറ്റു കേസുകളിൽ എന്ന പോലെ സെബാസ്റ്റ്യന്റെ സാന്നിധ്യം തന്നെയാണ് ഇവിടെയും ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. സെബാസ്റ്റ്യൻ ഒരു സീരിയൽ കില്ലറാണോ എന്ന സംശയം നാട്ടുകാർക്കുമുണ്ട്.
വസ്തു ഇടപാടുകളിലൂടെ സമ്പന്നനായ സെബാസ്റ്റ്യൻ ഒരു കാലത്ത് പള്ളിപ്പുറത്തുകാരുടെ അമ്മാവനായിരുന്നു. ഒറ്റപ്പെട്ട പ്രദേശത്തുള്ള 2.5 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന വീട്ടിലായിരുന്നു സെബാസ്റ്റ്യന്റെ താമസം. 2017 ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയെ കാണാനില്ല എന്ന പരാതി വന്നതോടെ നടന്ന അന്വേഷണത്തിലാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യനെ ആദ്യം ചോദ്യം ചെയ്യുന്നത്. അതുവരെ നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ഇയാൾ. പിന്നീടാണ് വസ്തു ഇടപാടുകളിൽ സെബാസ്റ്റ്യൻ നിരവധി പേരെ കബളിപ്പിച്ചതായി പരാതികൾ വരുന്നത്. കേസിൽ ഉൾപ്പെട്ട് നിരന്തരം പോലീസ് വീട്ടിലെത്തിയതോടെ ഇയാളും കുടുംബവും താമസം ഭാര്യ വീടായ ഏറ്റുമാനൂരിലേക്ക് മാറ്റി. സ്ത്രീകളെ കൊന്ന് അവരുടെ സ്വർണ്ണാഭരണങ്ങളും വസ്തുവും കൈക്കലാക്കുക എന്നുള്ളതാണ് ഇയാളുടെ പ്രധാന ലക്ഷ്യമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. ചേർത്തല കടക്കരപ്പള്ളി ആലുങ്കൽ സ്വദേശിനി ബിന്ദു പത്മനാഭന്റെ തിരോധാനമാണ് ഈ കേസുകളുടെയെല്ലാം തുടക്കം. 23 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ബിന്ദു പത്മനാഭൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്ന് പോലും ആർക്കും അറിയില്ല. എന്നാൽ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിലെ മുഖ്യപ്രതി എന്ന പോലീസും ക്രൈംബ്രാഞ്ചും സംശയിക്കുന്ന സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയപ്പോഴാണ് വീണ്ടും ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് വാർത്തകളിൽ ഇടം പിടിക്കാൻ കാരണമായത്. ധർമ്മസ്ഥല വിവാദത്തിന് സമാനമാണ് പള്ളിപ്പുറത്തെ കേസുമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ജൈനമ്മ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യനുള്ള പങ്ക് വ്യക്തമായതോടെയാണ് ഇയാൾ താമസിച്ചിരുന്ന പള്ളിപ്പുറത്തെ വീടും പരിസരവും പരിശോധിക്കാൻ പോലീസ് ആദ്യം തീരുമാനിച്ചത്. ഈ കേസുകളിലൊക്കെ സെബാസ്റ്റ്യന്റെ പങ്ക് വ്യക്തമാണ്, പക്ഷേ കൃത്യമായ തെളിവുകളില്ല. DNA പരിശോധനാ ഫലത്തിലാണ് ക്രൈംബ്രാഞ്ചിന് ഇപ്പോഴുള്ള പ്രതീക്ഷ.